കേരളത്തിലെ യുവ സമൂഹത്തിന്റെ തന്നെ മനസ്സ് കീഴടക്കിയ വേടന്റെ മനസ്സ് തുറന്നപ്പോൾ ഇന്ന് വേടനെ കുറിച്ച് അറിയാത്തവർ പോലും വേടനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. താൻ തന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ജാതിയുടെ പേരിലുള്ള അവഗണനയും അധിക്ഷേപവും എല്ലാം പാട്ടിന്റെ രൂപത്തിൽ പുറത്തേക്ക് വന്നപ്പോൾ അത് കേരളത്തിലെ ചിലരുടെയെങ്കിലും മനസ്സിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മറ്റു നാടുകൾ, മറ്റു രാജ്യങ്ങൾ ശാസ്ത്രീയമായും സാങ്കേതികമായും ഉയരങ്ങളിലേക്ക് കുതിച്ചു പായുമ്പോൾ നമ്മുടെ നാടാകട്ടെ ജാതിയുടെ മതത്തിന്റെയും പേരിൽ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരു കാര്യമാണ്. ഈ ലോകത്ത് നിഷ്കളങ്കരായ വ്യക്തികളുടെ രക്തം ചിന്തുന്ന ഈ ലോകത്തെ നാം ഓരോരുത്തരും കാണുവാൻ മറന്നുപോകുന്നു. പാവപ്പെട്ടവന് കേരളത്തിൽ ഒന്നും ചെയ്യുവാൻ പറ്റില്ല. അതായത് ജാതിയിൽ താഴ്ത്തപ്പെട്ടവന് തന്റെ കഴിവുകൾ പുറത്തെടുക്കുവാനോ മുന്നേറുവാനോ തന്റെ കഴിവുകൾ പങ്കിടുവാൻ വേദികളോ അവസരങ്ങളോ സാഹചര്യങ്ങളോ ആരും ഒരുക്കി കൊടുക്കുകയില്ല, എവിടെയും കാണുവാനും കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ദളിതന്റെ ജീവിത ചരിത്രം സിനിമയായി വരുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദളിതൻ ആരെങ്കിലും നായകത്വം നൽകുമോ? ഇനി ഒരു ദളിതന്റെ ജീവിതം സിനിമയായി വന്നാൽ തന്നെ ആ വ്യക്തി എത്രത്തോളം അടിച്ചമർത്തലും അധിക്ഷേപവും കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മാത്രമല്ല, താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാർ ഉള്ളയിടത്തേക്ക് പോകുവാൻ പാടില്ല, അവരുടെ കൂടെ നടക്കുവാൻ പാടില്ല, ഇരിക്കുവാൻ പാടില്ല. താഴ്ന്ന ജാതിക്കാർ നടന്ന ഇടത്തിലൂടെ ചാണകം മെഴുകി മഞ്ഞൾ തെളിച്ച് വൃത്തിയാക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ 2025 കേരളത്തിൽ നാം കാണുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. പാട്ടിലൂടെ തന്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, മറ്റെങ്ങും പുറത്തെടുക്കുവാൻ അവസരം ലഭിക്കാത്ത കാര്യങ്ങൾ പാട്ടിന്റെ രൂപത്തിൽ പുറത്തേക്ക് വരുന്ന സാഹചര്യമാണ് നാം ഓരോരുത്തരും ഇന്ന് വേടനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ, എന്റെ ഉള്ളിലുള്ള കഴിവുകളെല്ലാം എനിക്ക് എങ്ങനെയാണ് പുറത്തേക്കെടുക്കുവാൻ കഴിയുക? അപ്പോൾ ഗുരു ഒരു മറുപടിയും പറയാതെ ശിഷ്യനെ കൂട്ടി പുഴയുടെ അരികിൽ ചെന്നു ശിഷ്യനെ പുഴയിൽ മുക്കി. കുറച്ചു നേരത്തേക്ക് ശിഷ്യൻ വിചാരിച്ചു, ഗുരു അല്ലേ, പിടിവിടും, ഉറപ്പായും പിടിവിടും, കുറച്ചു നേരം ശ്വാസം പിടിച്ചു നിൽക്കാം. പക്ഷേ ഗുരു ചിന്തിച്ചത് മറിച്ചായിരുന്നു. ഗുരു പിടിവിട്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശിഷ്യന്റെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചു, ഇനിയും ഞാൻ രക്ഷപ്പെടുവാൻ ശ്രമിച്ചില്ലെങ്കിൽ എന്റെ ജീവൻ തന്നെ നഷ്ടമാകും. അങ്ങനെ ശിഷ്യൻ തന്റെ കഴിവുകളെല്ലാം പുറത്തെടുത്ത് തന്റെ ശക്തിയെല്ലാം പുറത്തെടുത്ത് ഗുരുവിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു പുറത്തേക്ക് വന്നു. അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു, നിന്നെ രക്ഷപ്പെടുവാൻ എന്താണ് പ്രേരിപ്പിച്ചത്? അപ്പോൾ ആ ശിഷ്യൻ മറുപടി പറയുകയാണ്, ഇനിയും ഞാൻ രക്ഷപ്പെടുവാൻ ശ്രമിച്ചില്ലെങ്കിൽ, ഇനിയും എന്റെ കഴിവുകളെല്ലാം ഞാൻ പുറത്തെടുത്തില്ലെങ്കിൽ എന്റെ ജീവൻ തന്നെ നഷ്ടമാകുമെന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്റെ കഴിവും ശക്തിയും എല്ലാം പുറത്തെടുത്തു. വേടന്റെ കഴിവുകളെ അംഗീകരിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യാതെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കലഹിച്ച് അസൂയാലുക്കളായി നടക്കുന്നവരെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നു വരുന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ ഏതാനും ചില വരികളാണ്. അതായത്, ലോകം മുഴുവൻ നന്നാകുവാൻ ഒരു ചെറിയ സൂത്രം ഞാൻ ചെവിയിലോതിടാം, സ്വയം നന്നാവുക.